കേരള കോൺഗ്രസ് ബി നേതാവും മന്ത്രിയുമായ KV ഗണേഷ് കുമാറും ജ്യോതികുമാർ ചാമക്കാലയും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന സ്റ്റാർ മണ്ഡലങ്ങളിൽ ഒന്നായിട്ടുള്ള പത്തനാപുരത്ത് പ്രചാരണം അതിന്റെ അങ്ങേ തലയ്ക്കലാണെന്ന് പറയേണ്ടി വരും. തുടർച്ചയായ 6ാം വട്ടം ജനവിധി തേടുന്ന KV ഗണേഷ് കുമാറിന്റെ അപ്രമാദിത്വം എല്ലാ തലങ്ങളിലുമുള്ള പത്തനാപുരത്ത് വളരെ നിശബ്ദമായി അടിയുറച്ച വിശ്വാസത്തോടെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് പേരുണ്ടാക്കിയിരിക്കുന്ന കോൺഗ്രസ് നേതാവാണ് ജ്യോതികുമാർ ചാമക്കാല. ഇപ്പൊ പുറത്തു വരുന്ന ചില മാധ്യമ സർവേകൾ നോക്കുമ്പോൾ നേരിയ മുൻതൂക്കം മാത്രമാണ് KV ഗണേഷ് കുമാറിന് പ്രവചിക്കുന്നത്. സർവേകൾക്ക് അതിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയ സ്വഭാവമുണ്ട് എന്ന് പറയുമ്പോൾ പോലും KV ഗണേഷ് കുമാർ നന്നായി വിയർപ്പൊഴുക്കുന്നുണ്ട് ജ്യോതികുമാർ ചാമക്കാലയ്ക്കെതിരെ എന്നുള്ളതാണ് വാസ്തവം. 2021 തെരഞ്ഞെടുപ്പിൽ 14,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് KV ഗണേഷ് കുമാർ ജ്യോതികുമാർ ചാമക്കാലയെ പരാജയപ്പെടുത്തിയതെങ്കിലും 57,000-ലധികം വോട്ടുകൾ ജ്യോതികുമാർ ചാമക്കാല ഈ മണ്ഡലത്തിൽ നേടുന്നത് നമ്മൾ കണ്ടതാണ്. മണ്ഡലത്തിൽ പരാജയവും തിരിച്ചടികളും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇനി ഇവിടെ രക്ഷയില്ല, ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് വിശ്വസിച്ച് മണ്ഡലം ഉപേക്ഷിക്കുന്ന നേതാക്കൾ ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ജ്യോതികുമാർ ചാമക്കാല അങ്ങനെയല്ല. കഴിഞ്ഞ 5 വർഷമായി അദ്ദേഹം ഇവിടെ വീടെടുത്ത് ഓരോ വോട്ടർമാരുടെയും വ്യക്തിപരമായ കാര്യങ്ങളിൽ പോലും ഇടപെട്ട് ഒരു മരണത്തില്, വിവാഹത്തില് എന്ന് വേണ്ട ഓരോ മനുഷ്യരുടെയും ആവശ്യങ്ങൾ കേട്ടറിഞ്ഞ് കണ്ടറിഞ്ഞ് അവിടെ എത്തി സാന്നിധ്യം ഉറപ്പിച്ച് നിശബ്ദമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രചാരണം നടത്തുന്നുണ്ടായിരുന്നു. എന്തായാലും അത് ഏറെക്കുറെ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നാണ് പത്തനാപുരത്തെ പ്രചാരണ ചിത്രം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പത്തനാപുരത്ത് നിറഞ്ഞു നിൽക്കുന്നത് ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഉമ്മൻചാണ്ടിയും സോളാർ കേസും ഒക്കെ വീണ്ടും കത്തിക്കുന്നതിനോടൊപ്പമാണ് കഴിഞ്ഞ ദിവസം KV ഗണേഷ് കുമാറിന് തിരിച്ചടിയായി സോളാർ കേസിൽ കൊട്ടാരക്കര ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിക്ക് മുമ്പാകെ ഒരു പ്രധാനപ്പെട്ട മൊഴിയും പുറത്തു വന്നത്. മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ പേരുകൂടി സോളാർ വിവാദത്തിൽ ഉൾപ്പെടുത്തണം, കത്തിൽ ഉൾപ്പെടുത്തണം എന്നതടക്കം പരാതിക്കാരിയോട് KV ഗണേഷ് കുമാർ പറഞ്ഞിരുന്നത് താൻ വ്യക്തിപരമായി കേട്ടതാണെന്നാണ് അന്ന് ഗണേഷ് കുമാറിന്റെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്ന SC സഞ്ജയ് ഖാൻ ഈ കോടതിക്ക് മുമ്പാകെ മൊഴി നൽകിയിരിക്കുന്നത്. ഇന്നിപ്പോ DCC ജനറൽ സെക്രട്ടറിയാണ് SC സഞ്ജയ് ഖാൻ. ജനപ്രിയനായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ അദ്ദേഹം അവസാന കാലത്ത് കടന്നുപോയ വലിയ വിവാദങ്ങൾക്ക് കാരണക്കാരനാണ് KV ഗണേഷ് കുമാർ എന്നും ഇതിന് കണക്ക് ചോദിക്കാതെ പോകരുത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ജ്യോതികുമാർ ചാമക്കാല ജനങ്ങളോട് പറയുന്നത്. മന്ത്രിയായിരിക്കുന്നയാൾ വ്യക്തിപരമായി പാലിക്കേണ്ട, സ്വകാര്യ ജീവിതത്തിൽ അടക്കം പാലിക്കേണ്ട അച്ചടക്കവും ധാർമ്മിക ബോധവും ജനങ്ങൾ ചർച്ചയാക്കണം എന്ന് തന്നെയാണ് ജ്യോതികുമാർ ചാമക്കാല പറയുന്നത്. മുൻപ് നേടിയിരുന്ന അപ്രമാദിത്വം കലർന്ന വിജയം KV ഗണേഷ് കുമാറിന് ഇപ്പോഴുണ്ടാകില്ല എന്നാണ് പ്രവചനങ്ങളെല്ലാം വ്യക്തമാക്കുന്നത്. ഒന്നുകിൽ നേരിയ മുൻതൂക്കത്തോടെ കടന്നു കയറും, ഇല്ലെങ്കിൽ ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് മുമ്പിൽ അടിതെറ്റും. എന്താണ് പത്തനാപുരം കാത്തുവച്ചിരിക്കുന്ന സസ്പെൻസ് എന്നറിയാനാണ് ഏപ്രിൽ 9 ജനവിധിക്കായി നമ്മൾ കാത്തിരിക്കുന്നത്. മണ്ഡലങ്ങളിലൂടെ സപ്പോർട്ടഡ് ബൈ അഥർവ ആയുർവേദ.